പരിസ്ഥിതി ദിന ക്വിസ്. പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം എവിടെയാണ്? ഉത്തരം പറമ്പിക്കുളം. കാണ്ടാമൃഗത്തിൻ്റെ സാന്നിധ്യമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? ഉത്തരം ആസാം. കേരളത്തിൽ എത്ര കടുവാ സംരക്ഷണ കേന്ദ്രങ്ങൾ ഉണ്ട്? ഉത്തരം 2. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? ഉത്തരം മഗ്നീഷ്യം. പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം. ഉത്തരം ഇക്കോളജി. ആമസോൺ മഴക്കാടുകൾ ഏത് രാജ്യത്താണ്? ഉത്തരം ബ്രസീൽ. ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം. ഉത്തരം വരയാട്. ജൈവ വൈവിധ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം കേരളം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഏത്? ഉത്തരം റെഡ് ഡാറ്റ ബുക്ക്. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ജീവി. ഉത്തരം ആമ. 1983 കർണാടകയിൽ അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ച പരിസ്ഥിതി പ്രവർത്തകൻ ആര്? ഉത്തരം പാണ്ഡുരംഗ് ഹെഡ്ഗെ. ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന സുഗന്ധവ്യഞ്ജനം. ഉത്തരം ജാതിക്ക. കേരളത്തിലെ ജൈവ ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ഏത്? ഉത്തരം ആന. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത്? ഉത്തരം ആര്യവേപ്പ്. UNEP സ്ഥാപിതമായ വർഷം ഏത്? ഉത്തരം 1972. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? UNEP. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പുനഃപരിശോധിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ തലവൻ ആര്? ഉത്തരം കസ്തൂരി രംഗൻ. കീടനാശിനികൾ ലോകത്തുണ്ടാക്കുന്ന വിപത്തുകളെപ്പറ്റി റേച്ചൽ കഴ്സൺ എഴുതിയ പുസ്തകത്തിൻ്റെ പേര്? ഉത്തരം സൈലന്റ് സ്പ്രിംഗ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം? ഉത്തരം സൗദി അറേബ്യ. ലോക പരിസ്ഥിതി ദിനത്തിന് 2023 ആതിഥേയത്വം വഹിച്ച രാജ്യം? ഉത്തരം ഐവറി കോസ്റ്റ്. ലോക പരിസ്ഥിതി ദിനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച വർഷം? 2018. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആഘോഷിച്ച വർഷം? ഉത്തരം 1973. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര്? ഉത്തരം രാജീവ് ഗാന്ധി. ലോക പർവ്വത ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 11. വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം ഇടുക്കി. മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ? ഉത്തരം വയനാട്. കേരളത്തിൽ ആകെ എത്ര ദേശീയ ഉദ്യാനങ്ങൾ ഉണ്ട്? ഉത്തരം 5. ലോക ഭൗമ ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 22. കേരളത്തിലെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഉത്തരം മഞ്ജു വാര്യർ. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ്? ഉത്തരം തെന്മല, കൊല്ലം. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏത്? ഉത്തരം ചെന്തുരുണി വന്യജീവി സങ്കേതം. ഇന്ത്യയിൽ സ്വച്ഛ് ഭാരത് മിഷന് തുടക്കം കുറിച്ചത് എന്നാണ്? ഉത്തരം 2014 ഒക്ടോബർ 2. ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? ഉത്തരം മാർച്ച് 23. ലോക പരിസര ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 7.
ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 28. മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഏതു നദിയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഭാരതപ്പുഴ. വർഷം തോറും ജൂലൈ മാസത്തിൽ ആചരിക്കുന്ന ദേശീയ വന മഹോത്സവത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം KM മുൻഷി. ഗ്രീൻപീസ് പ്രസ്ഥാനം രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ്? ഉത്തരം കാനഡയിൽ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ഉത്തരം R. മിശ്ര. പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? ഉത്തരം 6. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനം ഏത്? ഉത്തരം കാസിംരംഗ, ആസാം. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് അന്തരീക്ഷത്തിൽ ഏതു വാതകത്തിൻ്റെ അളവ് കൂടാൻ കാരണമാകുന്നു? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു പ്ലാസ്റ്റിക് കുപ്പി വിഘടിക്കാൻ ഏകദേശം എത്ര വർഷമെടുക്കും? ഉത്തരം 450 വർഷം. ഒരു പ്ലാസ്റ്റിക് ബാഗ് വിഘടിക്കാൻ ഏകദേശം എത്ര വർഷമെടുക്കും? ഉത്തരം 1000 വർഷം. കേരള വനം വന്യജീവി വകുപ്പ് ഏർപ്പെടുത്തിയ വനമിത്ര പുരസ്കാരം ആദ്യമായി ലഭിച്ച വ്യക്തി ആര്? ഉത്തരം കല്ലേൻ പൊക്കുടൻ. ഇന്ദുചൂടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കേരളീയനായ പക്ഷി നിരീക്ഷകൻ ആരാണ്? ഉത്തരം KK നീലകണ്ഠൻ. ചാൾസ് ഡാർവിൻ്റെ പഠനങ്ങളിലൂടെ പ്രശസ്തമായ ദ്വീപ് ഏത്? ഉത്തരം ഗാലപ്പഗോസ് ദ്വീപുകൾ. വായുമലിനീകരണം ഏറ്റവും കൂടുതലായി അനുഭവപ്പെട്ട ജപ്പാനിലെ നഗരം ഏത്? ഉത്തരം ടോക്കിയോ. CPCBയുടെ പൂർണ്ണരൂപം എന്ത്? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്.